പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത തിരുനാളിലാണ് നമ്മൾ 9 ദിവസത്തിൻ്റെ ഒരുക്കവും പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ വലിയ സഭയുടെ തിരുനാളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നടപടി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ ആദ്യ പന്തക്കുസ്തായിലെ വലിയ അനുഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 37-ാമത്തെ വചനത്തിൽ ഈ അഭിഷേകത്തിൻ്റെ അഗ്നി നിറഞ്ഞ പത്രോസിഹായുടെ പ്രസംഗം കേട്ട് ജനത്തിൻ്റെ ഒരു പ്രതികരണമുണ്ട്. സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസിഹ മറുപടി പറയുന്നു, നിങ്ങൾ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കുക, ജ്ഞാനസ്നാനം സ്വീകരിക്കുക, ഈശോയെ സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, ഹൃദയം നുറുങ്ങി വചനത്തിൻ്റെ മുൻപിൽ ആ ജനം നിലവിളിച്ച ഒരു നിലവിളിയുണ്ടല്ലോ, അത് സ്വാഭാവികമായൊരു പ്രതികരണമാണ്. ദൈവവചനത്തിൻ്റെ മുന്നിൽ കർത്താവിൻ്റെ വചനം ഉള്ളിൽ പ്രവേശിച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പ്രതികരണം. പോളാറാമൻ മാർപ്പാപ്പ പറയും, പന്തക്കുസ്ത അത് തുടരണം. ഒരു തുടർ പന്തക്കുസ്തയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. തുടരുന്ന പന്തക്കുസ്ത, ആത്മീയ അഭിഷേകം ജ്വലിക്കുന്ന ദിനങ്ങൾ, അത് സഭാ ശുശ്രൂഷകരിൽ, ആത്മീയ മേഖലയിൽ, വിശ്വാസ സമൂഹത്തിലെല്ലാം ശക്തിപ്പെടുത്തേണ്ട ഒരു സമയം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം അതിൻ്റെ ഉള്ളിൽ നിന്ന് തീയിറങ്ങി അത് അഭിഷേകമായി വിശുദ്ധീകരണമായി മാറണം. യോഹന്നാന്റെ സുവിശേഷം 15:3 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമ്മൾ 119-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വചനം, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നിടത്തേക്ക് കടന്നു വരുന്ന വലിയ അനുഭവമാണ് മനസാന്തരം. പ്രിയമുള്ളവരെ, ഈ പന്തക്കുസ്ത ഒരു ഹൃദയം നുറുങ്ങലിൻ്റെ അവസരമാകട്ടെ. പോരായ്മയുടെയും വീഴ്ചയുടെയൊക്കെ മേഖല കർത്താവിൻ്റെ വചനം എനിക്ക് വെളിപ്പെടുത്തി തരട്ടെ. വചനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെ വെളിപ്പെട്ട പോലെ എബ്രായ ലേഖനം 4:13 പറയുന്നില്ലേ, വചനത്തെക്കുറിച്ച്, വചനത്തിൻ്റെ മുന്നിൽ, അവൻ്റെ മുന്നിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, സകലതും വ്യക്തവും അനാവൃതവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവൻ്റെ മുന്നിലാ. പന്തക്കുസ്ത തരുന്ന സന്ദേശം ഇതാ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ നിന്നുകൊടുക്കാനുള്ള സന്ദേശം, വചനം വെളിപ്പെടുത്തി തരുന്നതനുസരിച്ച് ശുദ്ധീകരിക്കാനുള്ള സന്ദേശം. ആദ്യ പന്തക്കുസ്തായിലെ സഹോദരങ്ങൾ ചോദിച്ച പോലെ, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയം നുറുങ്ങി ചോദിക്കാനുള്ള ഒരു വലിയ ഇടപെടൽ, പരിശുദ്ധാത്മ ഇടപെടൽ ഈ ദിവസം നമ്മളിലൊക്കെ വ്യാപരിക്കട്ടെ. വചനം ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഒരു ഹൃദയത്തിൻ്റെ നുറുങ്ങൽ, ഒരു ശുദ്ധീകരണത്തിനുള്ള വെമ്പൽ ഉണ്ടാകട്ടെ. 119-ാം സങ്കീർത്തനം 11-ാം വചനം പറയുന്നില്ല, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അനുഗ്രഹമാകട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. പന്തക്കുസ്ത എല്ലാ ദിനത്തിൻ്റെയും ഒരു അനുഭവമാകട്ടെ. അതൊരു തിരുനാളിൽ അവശേഷിക്കാതെ ജീവിതത്തെ മുഴുവനും പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവം, ഒരു വലിയ തീക്ഷ്ണതയുടെ അനുഭവം, ഒരു ജ്വലനത്തിൻ്റെ അനുഭവം ദൈവം നമ്മളിലേക്ക് പടരട്ടെ. ആമേൻ.